ഹലോ ഗൈസ്. അപ്പോൾ ഞാനും നമ്മുടെ വിഹാൻ ബേബിയും നാട്ടിൽ നിന്ന് പാരീസിലെത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 days ആയി. ഇന്ന് ഞങ്ങൾക്കൊരു ബാങ്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാകാൻ പോവാണ്. ഞാൻ റെഡിയായി. ഇനി വിഹാനെ നമുക്ക് റെഡിയാക്കണം. വിഹാൻ ഇങ്ങനെ നോക്കുകയാണ്, അമ്മ എന്തേ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് കാണിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഹായ് ഒക്കെ കാണിച്ചു. അങ്ങനെ വിഹാൻ റെഡിയായി. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുപ്പുമുണ്ട്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പം, മഴയും തണുപ്പും എല്ലാം കൂടെ. അങ്ങനെ റെഡി ആയിട്ട് വിഹാനോട് ഞാനൊരു ഹായ് ഒക്കെ വീണ്ടും കാണിക്കാൻ പറഞ്ഞിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പുള്ളി രാവിലെ സ്നാക്കൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ വഴിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ടൈമാണ്. ഇവിടെ ഇപ്പോൾ 8 മണിയാവും. 8 മണിക്കാണ് രാവിലെ സ്കൂൾ സ്റ്റാർട്ടാക്കുന്നത്. നല്ല എന്താ പറയുക, ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ വിഹാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി, കാറും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ബസ് വരുന്നോ നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിഹാൻ വഴി കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നാവിഗോ റീചാർജ് ചെയ്യണം. ഞാനിപ്പോൾ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ 1 day ടിക്കറ്റിന് നമ്മളിവിടെ നാവിഗോ റീചാർജ് ചെയ്യണം. ഞാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രെയിൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ ബാങ്കിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാഡം വിഹാൻ ഒരു പേപ്പറും സ്കെച്ചും ഒക്കെ കൊടുത്തു. അവിടെ ഇരുന്ന് വരച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ വിഹാനിങ്ങനെ നോക്കി അതിനകത്ത് ഇങ്ങനെ വരച്ച് ഞങ്ങൾ പറയുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഷത്തിലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്. അതിൻ്റെ തൊട്ടടുത്താണ് ബാങ്ക്. ഷത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ പാരീസ് എന്നൊക്കെ നമുക്ക് പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞാനും വിഹാനും ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, വിഹാന് നല്ല സ്പേസൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അതിലെല്ലാം കിടന്ന് നല്ല ഓട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു പട്ടിക്കുട്ടി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ കുറച്ച് നേരം ഓടി. പുള്ളിക്കാരി അതിന് ബോളൊക്കെ ഇട്ട് കൊടുത്ത് ഇവർ രണ്ടും കൂടെ അവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഇത് പാൻ ഷോക്കോള എന്ന് പറയും ഇവിടെ, അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.